ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഗ്നേഴ്സ് ടെക്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് ആണ് എന്ന്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. English is West Germanic language that originated early medieval England and is named after the Anglo-Saxon Germanic people migrated to Britain. ഇംഗ്ലീഷ് എന്നത് ഒരു ജർമ്മനിക് ലാംഗ്വേജ് ആണ്. അത് മിഡീവൽ ഇംഗ്ലണ്ടിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ആംഗ്ലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ് ദ മോസ്റ്റ് widely learned the second language in the world, primarily due to the global influence of the former British Empire and the United States. എന്താണ്? മുൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയും യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെയും ആഗോള സ്വാധീനം കാരണം ലോകത്ത് വ്യാപകമായ പല ഭാഷകളിൽ നിന്നും രണ്ടാമത്തെ ഭാഷയായിട്ടാണ് ഇംഗ്ലീഷിനെ കണക്കാക്കപ്പെടുന്നത്. English is the most spoken language in the world with an estimated 1.4 billion speakers. It's the native language of more than 16 countries. ഏകദേശം 1.4 ബില്യൺ ജനങ്ങൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയായിട്ട് ഇംഗ്ലീഷിനെയാണ് പറയുന്നത്. അത് മാത്രമല്ല, 60-ലധികം രാജ്യങ്ങളുടെ മാതൃഭാഷയായിട്ടും ഇംഗ്ലീഷിനെയാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഓസ്ട്രേലിയ, അയർലൻഡ്, ന്യൂസിലാൻഡ് ആൻഡ് മെനി കൺട്രീസ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള പല രാജ്യങ്ങളിലെയും ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, അഥവാ ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ ഇംഗ്ലീഷിനെ കോമൺ ആയിട്ട് ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, അതുപോലെ ഗ്ലോബൽ ലാംഗ്വേജ്, കോമൺ ലാംഗ്വേജ് എന്ന് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ എടുത്ത് പറയുന്ന പോയിൻറ്റ്സ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ മറ്റൊരു രാജ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു മലയാളി ആവട്ടെ, ഒരു ഹിന്ദിക്കാരി ആവട്ടെ, അതുപോലെ മറ്റേത് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളാവട്ടെ, മറ്റൊരു രാജ്യവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോലും ഏത് ലാംഗ്വേജ് ആണ്? നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ ഓക്കെ, ദെൻ നെക്സ്റ്റ്, English language history start when 3 tribes of Germany invaded of Britannia. The name of the tribes were Anglo-Saxon and Jutes. എന്താണ് പറയുന്നത്? ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി തുടങ്ങുന്നത് ജർമ്മനിയിലെ 3 ഗോത്രങ്ങളായ ആംഗ്ലോ സാക്സൺ ജൂട്ട്സ് എന്ന് പറഞ്ഞവർ ബ്രിട്ടനിനെ ആക്രമിക്കുന്ന സമയത്താണ് എന്നാണ് പറയുന്നത്. They forced people of Britain to follow the rules and regulations of them. At the time, the language of Britain people was Celtic. അത് മാത്രമല്ല, ആ ആക്രമണ സമയത്ത് അവരെന്ത് ചെയ്തു? ബ്രിട്ടനെ ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. എന്തിനെ? അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി. ആ സമയത്ത് ബ്രിട്ടൻ സംസാരിച്ചിരുന്നത് സെൽറ്റിക് ഭാഷയായിരുന്നു. They were forced to use the language of Germanic tribes, which was English, now pronounced as English. എന്താണ് അങ്ങനെ പറയുന്നത്? ആ ഒരു സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് എന്നതിൻ്റെ സ്പെല്ലിങ്, പിന്നീട് അത് പ്രൊനൗൺസ് ചെയ്തതാണ് എന്ത്? ഇംഗ്ലീഷ് എന്നുള്ളത്. ആൻഡ് ഇംഗ്ലീഷ് വാസ് ഇൻട്രൊഡ്യൂസ്, ഇറ്റ്സ് കോൾഡ് ഓൾഡ് ഇംഗ്ലീഷ്. എന്താണ് പറഞ്ഞത് നോക്കുക. അവർ എന്ത് ചെയ്തു? ജർമ്മനിക് ആ ഒരു ആക്രമണ സമയത്ത് ജർമ്മൻസ് യൂസ് ചെയ്തിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അതും കൂടിയും സംസാരിക്കാൻ പ്രഷർ ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആ ഒരു ആക്രമണ ടൈമിലാണ് ഇംഗ്ലീഷ് ഭാഷ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിനെ വിളിക്കുന്നത് എന്താണ്? ഓൾഡ് ഇംഗ്ലീഷ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത്? നോക്കാം. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ചേഞ്ചസ് വാസ് ദ change of shorten the words with the help of the vowels, and the modern English was introduced. It was the biggest change in the history of English language and timeline. എന്താണ് പറയുന്നത്? പഴയ ആ ഇംഗ്ലീഷിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴുള്ള ഇംഗ്ലീഷിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അന്ന് ജർമ്മനിക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. പിന്നീട് ഇപ്പോൾ നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് എന്താണ്? ഇംഗ്ലീഷ് എന്നാണ്. അപ്പോൾ വവൽസിൻ്റെ
ആ ഒരു വവൽസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അന്നത്തെ കാലത്തുള്ള പല വാക്കുകളും ചെറുതാക്കുകയും അതുപോലെ മാറ്റങ്ങൾ വരുത്തുകയും പല പ്രൊനൗൺസിയേഷനിലുള്ള ചേഞ്ചസ് വരുത്തുകയും അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ ഒരു പഴയ കാലത്തെ ആംഗ്ലോ സാക്സൺ പീരിയഡിലെ ഇംഗ്ലീഷിനെ വിളിക്കുന്നത് ഓൾഡ് ഇംഗ്ലീഷ് എന്നാണ് എന്ന് പറഞ്ഞു. ആ ഒരു ഓൾഡ് ഇംഗ്ലീഷിനെ എന്താക്കി മാറ്റി? മോഡേൺ ഇംഗ്ലീഷ് യുഗത്തിലോട്ട് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ നമ്മൾ എന്താണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൻ്റെ ഒറിജിനാണ് അല്ലേ? ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ജർമ്മനിക് ലാംഗ്വേജ് ആണ്. അത് മിഡീവൽ ഇംഗ്ലണ്ടിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. ആംഗ്ലോ സാക്സൺ പീരിയഡിലാണ് ഇത് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. അവരും ബ്രിട്ടനും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്കിടയിലാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞു. അവർ ആ സമയത്ത് സംസാരിച്ചിരുന്നത് സെൽറ്റിക് ഭാഷയായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഒരു ജർമ്മൻ ഗോത്രങ്ങളുടെ ഭാഷ പോലും സംസാരിക്കേണ്ടി വന്ന രീതിയിൽ ഇവർ ഫോഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒറിജിൻ. പിന്നീട് നമ്മൾ പറഞ്ഞു ആ പഴയ ആംഗ്ലോ സാക്സൺ പീരിയഡുള്ള ഇംഗ്ലീഷിനെ പിന്നീട് എന്താണ് വിളിച്ചത്? ഓൾഡ് ഇംഗ്ലീഷ് ആയിട്ടാണ് അറിയപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു കാലഘട്ടത്തെ പ്രസൻറ്റ് ഇംഗ്ലീഷിലേക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓൾഡ് ഇംഗ്ലീഷ് എന്ന് അതുകൊണ്ടാണ് അതിനറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലുള്ള ഇംഗ്ലീഷ് അതുപോലെ ഫോളോ ചെയ്തിട്ടല്ല നമ്മളിപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ നിലയിലുള്ള ഇംഗ്ലീഷിലോട്ട് എത്തിയിരിക്കുന്നത്. നമ്മളത് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പറയുന്നില്ല, എന്നാലും ജസ്റ്റ് നമുക്ക് ആ ഒരു ചേഞ്ചസ്, ഓരോ സ്റ്റേജസ് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പഴയ കാല ഇംഗ്ലീഷിൽ നിന്നും ഇപ്പോൾ എത്തി നിൽക്കുന്ന പുതിയ കാല ഇംഗ്ലീഷിലേക്കുള്ള ആ ഒരു മാറ്റത്തിൽ വന്ന ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും മോഡേൺ ഡേ ഇംഗ്ലീഷിലോട്ട് വന്ന ഓരോ ചേഞ്ചസിനെ കുറിച്ചും നമ്മൾ ചെറിയൊരു പോയിന്റ്സ് നമുക്ക് പരിചയപ്പെടാം. ദെൻ അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഏതാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത് ജർമ്മനിക് ലാംഗ്വേജ് ആയിരുന്ന ഇംഗ്ലീഷിലെ മീൻസ് അവരെ ജർമ്മൻ ട്രൈബ്സ് ആയിരുന്ന ആംഗ്ലോ സാക്സൺ ജൂട്ട്സ് യൂസ് ചെയ്തിരുന്ന ഭാഷയായിരുന്നു ഇംഗ്ലീഷ്. ആ ഒരു ടൈമിലുള്ള ഇംഗ്ലീഷിനെയാണ് ഓൾഡ് ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നത് എന്ന്. പിന്നീട് വന്ന മാറ്റം മീൻസ് മിഡിൽ ഇംഗ്ലീഷിലോട്ട് വന്ന മാറ്റം. ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു അധിനിവേശം ഇംഗ്ലീഷ് ഭാഷയിൽ കാര്യമായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അഥവാ ഫ്രഞ്ച് ഭരണത്തിൻ്റെ ഭാഷയായി മാറി. കൂടാതെ കുറച്ച് ഫ്രഞ്ച് വാക്കുകൾ കൂടി ഇംഗ്ലീഷിലോട്ട് കടമെടുത്തു. ആ ഒരു ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും അതാണ് പിന്നെ മിഡിൽ ഇംഗ്ലീഷിലോട്ട് മാറിയപ്പോൾ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഫ്രഞ്ച് വാക്കുകൾ കുറച്ച് കടമെടുത്തു. മാത്രമല്ല ഫ്രഞ്ച് ഭരണകൂടം ഇംഗ്ലീഷ് ഭാഷ സ്വീകരിച്ചു. അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാമാണ് മിഡിൽ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളത്. പിന്നീട് വന്നത് ഏർലി മോഡേൺ ഇംഗ്ലീഷാണ്. അഥവാ വവൽസിൻ്റെ പ്രൊനൗൺസിയേഷൻ്റെ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്ത് സംഭവിച്ചിട്ടുണ്ട്. ഏർലി മോഡേൺ ഇംഗ്ലീഷിൻ്റെ കാലഘട്ടത്താണ് വവൽസിൻ്റെ പ്രൊനൗൺസിയേഷന് നല്ല തോതിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അത് കാരണം ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത ഓരോ വ്യക്തിക്കും ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിക്കാനും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെപ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് വന്നത്? ഏർലി മോഡേൺ ഇംഗ്ലീഷിൻ്റെ പീരീഡിലാണ്. ദെൻ പിന്നീട് വന്നത് ലേറ്റ് മോഡേൺ ഇംഗ്ലീഷാണ്. ഗ്രീക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നും പുതിയ വാക്കുകളും പ്രയോഗങ്ങളും എല്ലാം ഇംഗ്ലീഷ് സ്വീകരിച്ചു കൊണ്ട് വ്യാപകമായിട്ടുള്ള ആ ഒരു മാറ്റത്തെയാണ് എന്തറിയപ്പെടുന്നത്? ലേറ്റ് മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾഡിൽ നിന്നും മോഡേണിലേക്കുള്ള മാറ്റം, ഇതാണ് അതിൻ്റെ ഇടയിൽ വന്ന മാറ്റങ്ങൾ. ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു മോഡേൺ ഡേ ഇംഗ്ലീഷ് ലൈഫിനെയാണ് പിന്നീട് നമ്മൾ പറയുന്നത്. അതേതൊക്കെയാണ്? ടെക്നോളജീസിൻ്റെ വരവോട് കൂടി ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നിവയുടെ ഉയർച്ചയോട് കൂടിയിട്ട് ഇംഗ്ലീഷ് ഒരുപാട് വ്യാപകമായി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഇപ്പം നമ്മളെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യവുമായിട്ട് കോമൺ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷ ഏതായിട്ട് മാറി? ഇംഗ്ലീഷ് ആയിട്ട് മാറി. അതുകൊണ്ട് ഇംഗ്ലീഷ് ഈസ് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് എന്ന് പോലും നമ്മൾ ഇന്ന് ഇംഗ്ലീഷിനെ വിളിക്കുന്നുണ്ട്. കോമൺ ലാംഗ്വേജ് ആണ്, ഗ്ലോബൽ ലാംഗ്വേജ് ആണ് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ കാലം ഇംഗ്ലീഷിനെ വിശേഷിപ്പിക്കുന്നുണ്ട്.
ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പഠിക്കേണ്ടത് അത്യാവശ്യമായൊരു ഘട്ടത്തിലോട്ട് മാറി. പഴയ ഓൾഡ് കാലഘട്ടത്തിൽ ജസ്റ്റ് ഒരു ജർമ്മനിയിലെ ട്രൈബ്സ് സംസാരിക്കുന്ന ഒരു ഭാഷ മാത്രമായിരുന്നു ഇംഗ്ലീഷ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഏത് രാജ്യവുമായി ഇൻട്രാക്ഷൻ ചെയ്യാൻ ഒരു ബിസിനസ്, ടൂറിസം മാത്രമല്ല നമ്മൾ കയ്യിൽ യൂസ് ചെയ്യുന്ന ഫോൺ പോലും ശരിക്കും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? ഇംഗ്ലീഷ് എന്നത് പഠിക്കേണ്ട ഒരവസ്ഥയിലോട്ടുള്ള ചേഞ്ചസ് വരെ എത്തി. ഓൾഡിൽ നിന്നും മോഡേണിലോട്ടുള്ള മാറ്റങ്ങൾ അത്രയും ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതിൽ പലതരത്തിൽ ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ബ്രിട്ടൻ ഇംഗ്ലീഷ് ഉണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇംഗ്ലീഷുകളുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനെ പഠിക്കേണ്ട ആവശ്യകതയിലേക്ക് ഈ മോഡേൺ ഡേ ഇംഗ്ലീഷിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്? ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തത്? അതിനെ ഒറിജിൻ ചെയ്തത് ഏത് രാജ്യത്ത് നിന്നാണ്? മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഒറിജിൻ ചെയ്ത കാലഘട്ടത്തിൽ നിന്നും ഇന്ന് എത്തി നിൽക്കുന്ന മോഡേൺ യുഗത്തിലേക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അന്ന് വെറും ഒരു രാജ്യത്തിൻ്റെ ഭാഷ മാത്രമായിരുന്നു, മീൻസ് കുറച്ച് വർഗത്തിൻ്റെ ഭാഷ മാത്രമായിരുന്നു ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇന്ന് അതിനു വേണ്ടി ലോകമെമ്പാടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയായിട്ട് വരെ ഇംഗ്ലീഷ് മാറി എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദെൻ നാളെ തൊട്ട് നമ്മൾ ബേസ് ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.